ജ്യൂസ് കടകളിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ നമ്മളൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കാറുള്ളത് കരിക്കിനാണ്. വഴിയോര കടകളിലെ ജ്യൂസുകൾക്ക് അത്ര വിശ്വാസ്യതയില്ല എന്നത് തന്നെ അതിന് കാരണം. പ്രകൃതിദത്തമായ പാനീയമായതിനാൽ മറ്റ് വിഷാംശങ്ങളൊന്നും ഇല്ല എന്നതാണ് കരിക്കിനെ ജനപ്രിയമാക്കുന്നത്. കരിക്കിൻ്റെയും തേങ്ങാവെള്ളത്തിൻ്റെയും കാര്യം പറയുമ്പോൾ ഈ തേങ്ങയിലാരെ വെള്ളം നിറച്ചു എന്ന പരസ്യവാചകം ചിലരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നേക്കാം. തേങ്ങ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണെങ്കിലും ഇതിലെങ്ങനെ വെള്ളം വന്നു എന്ന കാര്യത്തിൽ അധികം ആരും അന്വേഷണം നടത്തി കാണില്ല. അങ്ങനെയെങ്കിൽ തേങ്ങയിൽ വെള്ളം വന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സസ്യങ്ങളിൽ വിത്തുണ്ടാകുമ്പോൾ തന്നെ അതിലെ ബീജത്തിന് വളരാൻ ആവശ്യമായ ഭക്ഷണവും അതിൽ രൂപപ്പെട്ടിരിക്കും. അത്തരത്തിൽ തേങ്ങയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളും വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളവുമെല്ലാം എൻഡോസ്പേം എന്ന ടിഷ്യൂവിലാണ് ശേഖരിച്ചു വെക്കുക. വിത്തുകളുടെ രൂപീകരണ സമയത്തും എൻഡോസ്പേം ദ്രാവക രൂപത്തിലായിരിക്കും കാണപ്പെടുക. എന്നാൽ തേങ്ങ വളരുന്നതിനനുസരിച്ച് ഓരോ ഘട്ടങ്ങളിൽ ഈ ദ്രാവകം ഒരറ്റത്തായി അടിഞ്ഞുകൂടി തേങ്ങയുടെ വെളുത്ത, അതായത് നമ്മൾ കഴിക്കുന്ന ഭാഗമായി മാറും. ഇത് രൂപപ്പെട്ട ശേഷം ബാക്കിയായ ദ്രാവകം അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കും. ഇതാണ് തേങ്ങാവെള്ളം. വെള്ളം നിറച്ചതിൻ്റെ കൗതുകത്തിന് പുറമെ ആരോഗ്യ ഗുണങ്ങളാലും സമ്പന്നമാണ് തേങ്ങാവെള്ളം. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. കൊഴുപ്പ് കുറവായതുകൊണ്ട് തന്നെ മികച്ച ദാഹശമനിയായും തേങ്ങാവെള്ളത്തെ പരിഗണിക്കാം. ഇത് കൂടാതെ തേങ്ങാവെള്ളത്തിലെ ഇലക്ട്രോലൈറ്റുകൾ ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. ചർമ്മ സംരക്ഷണത്തിനും തേങ്ങാവെള്ളം ഉപയോഗിക്കാം. തേങ്ങാവെള്ളം പുരട്ടി രാത്രി കിടക്കുന്നത് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾക്കും ചർമ്മം കൂടുതൽ മൃദുലമായി യുവത്വം നിലനിർത്താനും സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ നിറച്ചത് ആരായാലും തേങ്ങാവെള്ളം സൂപ്പറാ. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.